ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വേദന എന്താണ് എന്ന് നോക്കൂ. പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വിട്ടു പോയതാണോ? അല്ലെങ്കിൽ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ചതിച്ചതാണോ? അല്ലെങ്കിൽ ഒരാളുടെ ഒരു വാക്ക് ഇന്നും മനസ്സിൽ മുറിവായി കിടക്കുന്നുണ്ടോ? പക്ഷേ ആ വേദന തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എന്ന് വിചാരിച്ചാലോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നില്ലേ? ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സംസാരിക്കാം വേദനകളുടെ സൈക്കോളജിയെക്കുറിച്ച്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമാകും. എങ്കിൽ വേദന അനുഭവിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാവരിലും സന്തോഷം പകർത്തൂ. ഞാനൊരു കുഞ്ഞു കഥ പറയാം. ഒരു കുട്ടി ഒരു ചിത്രശലഭത്തിന്റെ കൂട് കണ്ടു. അതിൽ നിന്ന് ആ ചിത്രശലഭം പുറത്തു കടക്കാൻ കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. ആ കുട്ടിക്ക് അത് കണ്ടപ്പോൾ പാവം തോന്നി. അവൻ ആ കൂട് മുറിച്ച് തുറന്നു കൊടുത്തു. ചിത്രശലഭം പുറത്തു വന്നു. പക്ഷേ അതിനൊരിക്കലും പറക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയോ? ആ ചിത്രശലഭം കൂട്ടിൽ നിന്ന് പുറത്തു കടക്കുന്ന സമയത്തുള്ള ആ പോരാട്ടമാണ് അതിൻ്റെ ചിറകുകൾക്ക് പറക്കാനുള്ള ശക്തി നൽകുന്നത്. ഫ്രണ്ട്സ്, ജീവിതവും അങ്ങനെ തന്നെയാണ്. നമ്മൾ ശപിക്കുന്ന ചില വേദനകൾ നമ്മളെ പറക്കാൻ പഠിപ്പിക്കുന്ന പരിശീലനമാണ്. അത് പ്രപഞ്ച സത്യമാണ്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് വേദന ഇത്രയും ശക്തമായി അനുഭവപ്പെടുന്നത് എന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് സന്തോഷത്തെക്കാൾ കൂടുതൽ വേദനയെ ഓർമ്മിക്കും. കാരണം നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ തലച്ചോർ പഠിച്ച കളിയാണത്. അതുകൊണ്ടാണ് 100 പേർ നമ്മളെ പുകഴ്ത്തി പറഞ്ഞാലും ഒരാളുടെ വിമർശനം മാത്രം നമ്മൾ ഓർത്തുകൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബലഹീനതയല്ലട്ടോ. ഇത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ്. ഫ്രണ്ട്സ്, ഈ വേദനകൾ നമ്മോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? ആരെയാണ് വിശ്വസിക്കേണ്ടതെന്നും ആരെയാണ് നമ്മൾ ലൈഫിൽ കൂടെ കൂട്ടേണ്ടതെന്നും എന്താണ് യഥാർത്ഥ സന്തോഷമെന്നും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി എന്താണെന്നും എത്രയാണെന്നും. കാരണം ഏറ്റവും അധികം വേദനയിലൂടെ കടന്നു പോയവരാണ് ലോകത്ത് ഏറ്റവും വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വേദന തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്യാപകൻ എന്ന്. ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ചിലർ വേദനയിൽ നിന്ന് വളരുന്നതും ചിലർ വേദന കൊണ്ട് തകർന്നു പോകുന്നതും? അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ഒരു മഴ അത് പെയ്യുമ്പോൾ ഭൂമിയിൽ മറിഞ്ഞിരിക്കുന്ന ചില വിത്തുകൾ പൊട്ടിമുളക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ അതേ മഴ ചിലയിടങ്ങളിലെ മണ്ണ് മുഴുവൻ ഒലിപ്പിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് മഴയെ കുറ്റം പറയാൻ പറ്റുമോ? അവിടെ എന്താണ് സംഭവിച്ചത്? തയ്യാറെടുപ്പിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. അതങ്ങനെ തന്നെയാണ്. വേദനയല്ല നമ്മളെ നിർവചിക്കുന്നത്, അതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ഇനി മുറിവുകളെ എങ്ങനെ സുഖപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടത് എൻ്റെ മനസ്സിന് മുറിവേറ്റിരിക്കുന്നു എന്ന സത്യത്തെ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിക്കുമ്പോൾ തന്നെ വേദന കുറയാൻ തുടങ്ങുന്നത് കാണാം. വേദനയിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളെ അടക്കി വെച്ച് സ്വയം കുറ്റപ്പെടുത്തരുത്. അത് നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ. ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കുക. അത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. എപ്പോഴും ഓർക്കുക, ഈ വേദന എൻ്റെ കഥയുടെ അവസാനമല്ല, തുടക്കം മാത്രമാണെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണം തീയിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ തിളങ്ങുന്നത്. വജ്രം ഏറ്റവും വലിയ സമ്മർദ്ദം സഹിച്ചാണ് വജ്രമാകുന്നത്. അതുപോലെ ജീവിതവും നമ്മെ ചില വേദനകളിലൂടെ കടത്തിവിടുന്നത് നമ്മെ ശിക്ഷിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരാനാണ്. ഇന്ന് നിങ്ങൾ ഒരു വേദനയുമായാണ് ജീവിക്കുന്നതെങ്കിൽ പ്രതീക്ഷ കൈവിടരുത്. കാരണം ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്ന ഈ അധ്യായം ഒരു നാൾ മറ്റൊരാൾക്ക് പ്രത്യാശ നൽകുന്ന നിങ്ങളുടെ കഥയായി മാറിയേക്കാം. ഫ്രണ്ട്സ്, അതുകൊണ്ട് വേദനയെ ഒരിക്കലും വെറുക്കരുത്. അതിലൊളിഞ്ഞിരിക്കുന്ന പാഠങ്ങൾ കണ്ടെത്തൂ. അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറുന്നത് കാണാം.
ഓക്കെ, ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.